Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് പേഴ്സൺ ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും മിക്ക ആളുകൾക്കും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് പേഴ്സണെ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ്. സോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക, അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ സൈന്, നിങ്ങൾക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കാണുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഫീലിംഗ് സേഫ് എന്നുള്ള ഒരു അനുഭൂതിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണോ ഉണ്ടാകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ അങ്ങനെ തന്നെ അവരുടെ മുമ്പിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒന്നാമത്തെ ഒരു സൈന്. ബിക്കോസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രിറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കുറെ മൈൻഡ് ഗെയിംസും കാര്യങ്ങളൊന്നും നമുക്ക് പ്ലേ ചെയ്യേണ്ടതായിട്ടും വരില്ല. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നമുക്ക് ട്രൂ ആയിട്ട് എന്താണോ നമുക്ക് തോന്നുന്നത് ആ കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. സോ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് പേഴ്സൺ ആണ് എന്നതിൻ്റെ. ഇനി രണ്ടാമത്തെ കാര്യം, അവർ നിങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ആണോ അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല. അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇത് മാത്രമല്ല, പലപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ വരുന്ന ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് കുറച്ച് ടഫായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹാർഡാണ് അല്ലെങ്കിൽ കുറച്ച് ടഫാണ് കൺവേ ചെയ്യാൻ, ബട്ട് സ്റ്റിൽ അവരത് വേണ്ട അല്ലെങ്കിൽ അത് പറയണ്ട അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. ബിക്കോസ് നിങ്ങളെക്കുറിച്ച് ബോധേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അവരെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ ഇങ്ങനെയൊക്കെയുള്ള കൺസേൺ ഉള്ള ആളുകളാണ് ഇങ്ങനെ വ്യക്തമായും ക്ലിയർ ആയും അല്ലെങ്കിൽ ടഫാണ് അല്ലെങ്കിൽ കുറച്ച് ഹാർഡാണ് എന്നറിഞ്ഞിട്ടും അങ്ങനെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊക്കെ അവർ ട്രൈ ചെയ്യുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു എഫേർട്ട് എടുക്കുന്നത്. സോ ആ ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു സൈനാണ്, നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ ലവ് അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളൊരു ഫാക്ടർ അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളൊരു ഫാക്ടർ മാത്രം പോരാ എന്നുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും എല്ലാ എഫേർട്ടുകളെയും റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അത്യാവശ്യമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് അറ്റൻഷൻ ലഭിക്കുന്നുണ്ട്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറി ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതെല്ലാം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തികളിലൂടെ എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ. നിങ്ങൾ ഇപ്പൊ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നതിന്റെ. ഇനി മറ്റൊരു സൈനാണ്, ആ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾക്കും ഗ്രോ ആകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ലൈഫിൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു
ഭാഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഹോബീസ്, നിങ്ങളുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ രണ്ട് വ്യക്തികളായിക്കൊള്ളട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിൽ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ. ബിക്കോസ് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾക്കും ആ ഒരു ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി മാത്രം അവരുടെ ഇഷ്ടങ്ങളൊക്കെ നേടി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചമർത്തിയ ഒരു രീതിയിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി സന്തോഷിക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്ര സന്തോഷം അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ രണ്ട് വ്യക്തികൾക്കും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഗ്രോ ആകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് വ്യക്തിക്കും ഹാപ്പിനെസ് ഉണ്ടായിരിക്കും, രണ്ട് വ്യക്തികളും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആകുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആയിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ടാണ് എന്നുള്ളതിൻ്റെ. ഇനി നെക്സ്റ്റ് ഒരു സൈനാണ്, റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികളാണ്, രണ്ട് പേഴ്സണാലിറ്റീസ് ആണ്, ആശയങ്ങളാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ പരസ്പരമുള്ള ആശയങ്ങളുള്ള ഒരു വിരുദ്ധത ഒക്കെ വന്നാൽ മതി. പക്ഷേ നിങ്ങൾക്ക് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ പരസ്പരം ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫൈറ്റ് വരുന്ന സമയത്ത് അത് വളരെ പോസിറ്റീവായിട്ട് ഹെൽത്തി വേയിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ കോംപ്രമൈസ് ആയിരിക്കും അവിടെ ആവശ്യം, അല്ലെങ്കിൽ മനസ്സിലാക്കലായിരിക്കും ആവശ്യം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈന്. നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതിൻ്റെ. നെക്സ്റ്റ്, നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു ഗഡ് ഫീൽ ആണ്. അതായത് നിങ്ങൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ കോൺഷ്യസ്ലി ചെയ്യുന്നതും ആയിരിക്കാം. അവരുമായിട്ടുള്ള ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്യൂച്ചറുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലാണ്, ഗഡ് ഫീലാണ് വരുന്നത്, ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ സേഫ് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഗഡ് ഫീലാണ് ഈ പറഞ്ഞ രണ്ട് രീതിയിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നതിൻ്റെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നത്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നത് എപ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ബിക്കോസ് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇത് നമ്മളെ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്